ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള തിയറീസ് ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ തിയറീസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഈ തിയറീസിനെ കുറിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. ഏതൊക്കെ തിയറീസ് ആണ് അതിൽ വരുന്നത്. ആ ഒരു യൂണിറ്റ് നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകളിലാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഒക്കെ പഠിച്ച സമയം നമ്മുടെ ബ്ലോഗ് വൈസ് ലൈവ് സെഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ റിസോഴ്സ് ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്കണോമിക് തിയറീസ് ഉണ്ട്. അതായത് ഒരേ സമയം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആണ്, സോഷ്യൽ ആണ്, സൈക്കോളജിക്കൽ ആണ്, ഇന്നോവേഷൻ ആണ്, ഓപ്പർച്യൂണിറ്റി ആണ്. ഇതിലൊക്കെ ബേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. എക്കണോമിക്കിൻ്റെ ആസ്പെക്ട്സിലുണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറിനെ കുറിച്ചാണ്. എന്താണ് സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. നോക്കൂ, ദ സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി. സൈക്കോളജി എന്താണ്? മനുഷ്യനെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത് അല്ലേ. അപ്പൊ ഇൻഡിവിജ്വൽസിനെ കുറിച്ചായിരിക്കും. നമുക്ക് മനസ്സിലാക്കാം സൈക്കോളജി എന്താ നമുക്ക് അറിയുന്നല്ല അല്ലേ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്. ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറഞ്ഞത് നമ്മുടെ സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ദാറ്റ്സ് മേക്ക് എ പേഴ്സൺ മോർ ലൈക്ലി ടു ബി എ ഓൺട്രപ്രണർ. അപ്പോൾ ഒരു പേഴ്സണെ ഒരു ഓൺട്രപ്രണർ ആക്കി മാറ്റുന്നത് എന്താണെന്നാണ് പറയുന്നത്? ആ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ട്രൈറ്റുകളാണ്. അതായത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കുറച്ച് എന്ത് ചെയ്യുന്ന ക്വാളിറ്റീസ് ഉണ്ടാകും. റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, തിങ്കിങ് രീതികളുണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറിയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. And the trait is necessary for entrepreneurial capability are often considered inborn. ഇതൊക്കെ എന്താണ്? ഇൻബോൺ ആയിട്ട് നമുക്ക് വരികയാണ്. അപ്പൊ ഇൻബോൺ ആയിട്ട് ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓൺട്രപ്രണർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ഓൺട്രപ്രണർ? ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയെ ഓൺട്രപ്രണർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന കീ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കാം? ഒരു നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കാം, ഇന്നോവേറ്റീവ്നെസ് ഉണ്ടായിരിക്കാം, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഈ 3 പേഴ്സണാലിറ്റി ട്രൈറ്റ് ഉണ്ടെങ്കിൽ അവരൊരു എന്തായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്? ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറുമെന്ന് പറഞ്ഞത്. And locus of control explore an individual perception of the reason behind life event. Business owners typically show a slightly higher internal locus of control. അവരുടെ എന്തായിരിക്കും? ബിസിനസ് ഓണേഴ്സിനൊക്കെ അവർ ഹയർ ലോക്കസ് ഓഫ് കൺട്രോൾ ആയിരിക്കും അവർക്ക് ഉണ്ടാവും. ലോക്കസ് ഓഫ് കൺട്രോൾ എന്താ കാണിക്കുന്നത്? ഒരു ഇൻഡിവിജ്വലിന്റെ പെർസെപ്ഷൻ എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ ഓരോ ഇവന്റ്സിനെ അവർ അപ്പോൾ ബിസിനസ് മാനേജറിന് എന്തുണ്ടായിരിക്കും? കുറച്ച് ഹൈ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതാണ് നമ്മളുടെ സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദിസ് തിയറി ഈസ് എംഫസൈസ് മോർ ഇൻ ദ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. ദാറ്റ്സ് എ മെയിൻ ട്രൈറ്റ്സ് ആർ നീഡ് ഫോർ അച്ചീവ്മെന്റ്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, ആൻഡ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ആൻഡ് ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ്. ഇതാണ് എന്തുണ്ടാവേണ്ട? ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു ഓൺട്രപ്രണർ ആയി മാറും എന്ന് പറയുന്നതാണ് സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ് തിയറിയാണ്. ഏതാണ്? എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ് തിയറി. നമ്മളോട് ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാട്ടോ. ഇങ്ങനെ ചോദിക്കേണ്ട. നമ്മളുടെ ഓൺട്രപ്രണർഷിപ്പ് ഒരേ സമയം എക്കണോമിക് ആണ്, അതുപോലെ തന്നെ എന്താണ്? സൈക്കോളജിക്കൽ ആണ്, സോഷ്യോളജിക്കൽ ആണ്, ആന്ത്രപ്പോളജി, മാനേജ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തരും, എലാബറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാം. അങ്ങനെ തരുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിയറീസ് ആണ് അവിടെ നമുക്ക് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് എക്കണോമിക് തിയറിയാണ്. എന്താണ്?
ദിസ് പെർസ്പെക്റ്റീവ് ഈസ് എംബസൈസ് ടു ക്ലോസ് ടൈ ബിറ്റ്വീൻ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക്സ്. ഓൺട്രപ്രണർഷിപ്പും എക്കണോമിക്സും തമ്മിലുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഏത് പറയുന്നത്, എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ് തിയറി പറയുന്നത്. അതായത് this theory says that the entrepreneurship develops due to economic incentives such as profit opportunity, market demand, capital availability and government support. നമ്മളുടെ എക്കോണമിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഡിമാൻഡ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ട്, ക്യാപിറ്റൽ അവൈലബിൾ ആണ്, ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓൺട്രപ്രണർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഏത് തിയറിയിൽ പറയുന്നത്, എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ് തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. സ്കെംറ്റർ ഓൺട്രപ്രണേഴ്സിനെ ഡിഫൈൻ ചെയ്തത് ഇന്നോവേറ്റേഴ്സ് ആണ്, ഹു ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ ടു ദ എക്കോണമി എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് സ്കെംറ്റർ പറഞ്ഞത് എന്താണ്, ഇന്നോവേറ്റേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്, ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദ ഓൺട്രപ്രണേഴ്സ് ആർ ഇന്നോവേറ്റേഴ്സ്, ദേ ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിലോട്ട് എന്താണ് അവർ പുതുതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ എക്കോണമിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതിലൂടെ പറയുന്നത്, നമ്മുടെ എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ് തിയറിയിലൂടെ പറയുന്നത്. ആൻഡ് ഇതിൽ അതെന്താണ്, സ്കെംറ്ററുടെ തിയറിയാണ്. അതേപോലെ തന്നെ അതിൽ വേറൊരു തിയറി ഉണ്ട്, ദാറ്റ് ഈസ് ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി. ഈ ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി എന്താ പറയണേ, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ ഓൺട്രപ്രണേഴ്സ് റെസ്പോണ്ട് ടു ചേഞ്ച് ഇൻ ദ ഡൈനാമിക് മാർക്കറ്റ് ബൈ ബ്രിങ്ങിങ് ടെക്നോളജി ഇന്നോവേഷൻ ടു ഒബ്റ്റെയിൻ പ്രോഫിറ്റ്. നമ്മുടെ മാർക്കറ്റിൽ ഡൈനാമിക് ആയിട്ടുള്ള മാർക്കറ്റാണ്, ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഡൈനാമിക് ആയിട്ടുള്ള മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനോട് എന്ത് ചെയ്യാണ്, ടെക്നോളജിക്കലായിട്ടും ഇന്നോവേറ്റീവായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത്, ഓൺട്രപ്രണേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ എക്കണോമിക് ഓൺട്രപ്രണർഷിപ്പ് തിയറി പ്രധാനമായിട്ട് ഓർത്തിരിക്കാം. ഇനി മറ്റൊരു ഓൺട്രപ്രണർഷിപ്പ് തിയറിയാണ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. എന്താണ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദ opportunity based entrepreneurship theory is that the entrepreneur sees the opportunity arising from change around us with an economic perspective such as social, cultural, economic perspective and technological changes. അതായത് നമ്മളുടെ ചുറ്റുപാട്, നമ്മളുടെ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസിൽ അതിനനുസരിച്ച് ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാണ്, കൊറോണ വന്നു, അവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സാനിറ്റൈസറും മാസ്ക്, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ മാറുന്നു. അപ്പം നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യും, അതിലോട്ട് എന്ത് ചെയ്യും, കൂടുതൽ ഫോക്കസ് ചെയ്യും. അപ്പം എന്താണോ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റി അതിനെ സീസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറിയിൽ നമ്മൾ പറയുന്നത്. അത് പീറ്റർ ഓഫ് ഡ്രക്കർ അല്ലെ, പീറ്റർ ഡ്രക്കർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺട്രപ്രണർ എന്ത് ചെയ്യും, അതിനോട് റെസ്പോണ്ട് ചെയ്യും. എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നോക്കും. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് തിയറീസ് സജസ്റ്റ് ദാറ്റ് the entrepreneur succeed by identifying and exploring the opportunity available in the environment. നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നിടത്താണ് ഒരു ഓൺട്രപ്രണർ സക്സസ് ആവുന്നത് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറിയാണ് സോഷ്യോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. എന്താണ്, ഇറ്റ്സ് ഹൈലൈറ്റ് ദ സോഷ്യൽ നെറ്റ്വർക്ക്. അതായത് ഈ തിയറി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺട്രപ്രണറിന്റെ ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും. നമ്മളൊരു എന്ത് ചെയ്യും, ഒരു ഐഡിയ കണ്ടെത്തുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഗ്രോ ചെയ്യുന്നു, മെച്യൂരിറ്റി പീരീഡ് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു, ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് വീണ്ടും. ആ ഒരു ലൈഫ് സൈക്കിളിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിന് എന്തുണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് നമ്മളെ സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ കൾച്ചർ, നമ്മുടെ സോഷ്യൽ വാല്യൂസ്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക്, ഇതൊക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൺട്രപ്രണറിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്
പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രസ്റ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും, നല്ല ട്രസ്റ്റ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ആ സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ അവിടെ സക്സീഡ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് തിയറിയിൽ പറയുന്നത്, സോഷ്യോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റിസോഴ്സ് ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി. അതായത് ദിസ് തിയറി ആർഗ്യൂ ദാറ്റ് the access and the effective utilization of resource are the primary factor behind the entrepreneurial success. ഒരു ഓൺട്രപ്രണീരിയൽ സക്സസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെയുള്ള റിസോഴ്സുകൾ കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഓൺട്രപ്രണീരിയൽ സക്സസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസോഴ്സ് നമുക്ക് ഉണ്ടാവണം. ആ റിസോഴ്സ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടില്ലേ, എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് ശ്രദ്ധിക്കണേ, ഇവരോട് ശ്രദ്ധിക്കാം, ക്ലാസ്സിലോട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. എന്താണ് റിസോഴ്സ് തിയറിയിൽ പറയുന്നത്, നമുക്ക് റിസോഴ്സുകൾ അവൈലബിൾ ആണ്, അത് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, നമുക്ക് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആയി മാറാൻ സാധിക്കുക, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് സക്സസ് ആവുന്നത് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് വഴി ലഭിക്കുന്നതായിരിക്കും. ഇനി അല്ല ഈ ലൈവ് കാണുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, നോട്ട്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മുടെ ടീം എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ലിങ്കും അതിലൂടെ നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസോഴ്സ് ബേസ്ഡ് തിയറിയിൽ വരുമ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള റിസോഴ്സ് ഉണ്ട് അല്ലേ. ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സുകൾ ഉണ്ട്, ഫിസിക്കൽ റിസോഴ്സുകൾ ഉണ്ട്, സോഷ്യൽ റിസോഴ്സുകൾ ഉണ്ട്, ഇന്റലക്ച്വൽ റിസോഴ്സ്. എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേറ്റന്റ്, കോപ്പിറൈറ്റ്, അങ്ങനെ കുറേ റിസോഴ്സ്. ഇത് എങ്ങനെ നമുക്ക് കിട്ടുന്നു, ഇത് നമ്മളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് റിസോഴ്സ് ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. And it study how show that the stronger social tie to resource provider facilitate the acquisition of resources and enhance the probability of opportunity exploitation. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു റിസോഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും, എത്രമാത്രം നമുക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കും, ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള മാർക്കറ്റിൽ ഉണ്ടാവുന്ന എന്തുണ്ടായിരിക്കും കാര്യങ്ങളുണ്ടാവും, അതായത് ഓപ്പർച്യൂണിറ്റി, അത് നമുക്ക് എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റിസോഴ്സ് ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറിയിൽ പറയുന്നത്. ഇത് ഓൺട്രപ്രണർ റിസോഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിനും അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ, നമുക്ക് നമ്മളുടെ മറ്റ് ഫേമുകളിൽ നിന്നൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിസോഴ്സ് ബേസ്ഡ് ഓണർഷിപ്പ് തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസിന്റെ പെർഫോമൻസ് സസ്റ്റൈനബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആൾസോ ഇറ്റ് സപ്പോർട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത്. ഇന്നോവേഷനെയും ഗ്രോത്തിനെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിസോഴ്സ് ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് മസ്റ്റ് ബി ടേക്ക് ഇൻ ടു കൺസിഡർ ബിക്കോസ് the theory we can study only one theory in the EDP paper. Okay, അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോവാം. നമുക്ക് ഒരൊറ്റ തിയറി മാത്രമേ നമുക്ക് ഇതിലുള്ളൂ, അതായത് ഒറ്റ തിയറി ക്വസ്റ്റ്യൻസേ ഉള്ളൂ. വേറെ ഒരു യൂണിറ്റിൽ നമുക്ക് തിയറീസോ കാര്യങ്ങളോ ഇല്ല. ബാക്കിയൊക്കെ നമുക്ക് ജനറലൈസ് ആയിട്ടുള്ള ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന പേപ്പർ തന്നെ ജനറലൈസ് ആണ്. അപ്പോൾ ഒറ്റൊന്ന് മാത്രമാണുള്ളത്. അപ്പോൾ സൈക്കോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി, എക്കണോമിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി ആൻഡ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി ആൻഡ് നെക്സ്റ്റ് സോഷ്യോളജിക്കൽ ഓൺട്രപ്രണർഷിപ്പ് തിയറി ആൻഡ് ലാസ്റ്റ് വൺ റിസോഴ്സ് ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് തിയറി. ഇത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.